ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു പ്രത്യേക സ്ഥലമാണ് കാണാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതുമയുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പം കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് വേറെ എവിടെയല്ല, ഗുരുദ്വാരയാണ്. നമുക്കറിയാം നവംബർ 15 ഗുരുനാനക് ജയന്തിയാണ്. ഞങ്ങൾ താമസിക്കുന്നതിനടുത്തായിട്ട് തന്നെ ഒരു ഗുരുദ്വാരയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം ഗുരുദ്വാരയാണ് എന്ന് എനിക്ക് തോന്നി. അപ്പൊ തീർത്തും അടുത്തായതുകൊണ്ട് പിന്നെ എന്തായാലും പോവാന്ന് വിചാരിച്ച് തന്നെ ഞങ്ങൾ വന്നു. നമുക്കറിയാം സിഖ് മതത്തിന്റെ സ്ഥാപകനും ആദ്യ സിഖ് ഗുരുവുമാണ് ഗുരുനാനക്. ഇസ്ലാം മതത്തിന്റെയും അതുപോലെ ഹിന്ദു മതത്തിന്റെയും സാരാംശങ്ങൾ ഏകീകരിച്ചിട്ട് ഒരു പുതിയ മതത്തിന് രൂപം കൊടുക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ ജാതി വിഭജനത്തില് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വിഗ്രഹാരാധനയും അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വിഗ്രഹങ്ങൾ കാണാൻ കഴിയില്ല. കൂടാതെ എല്ലാ മതസ്ഥരെയും നമുക്കിവിടെ കാണാൻ കഴിയുകയും ചെയ്യും. ലോകത്തിലെ ആദ്യത്തെ ഗുരുദ്വാര ഉണ്ടാക്കിയത് ഗുരുനാനാക്കാണ്. പിന്നീട് ഗുരുക്കന്മാരായിട്ടുള്ള 9 പേർക്കും ഗുരുവിന്റെ ദിവ്യത്വം പകർന്നു കിട്ടി എന്നത് സിഖുകാരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഒരു സന്ദർശനം എന്ന് പറയുന്നത് തീർത്തും ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. അപ്പൊ ഈ ഗുരുദ്വാര എന്ന് പറഞ്ഞാല് പഞ്ചാബിയില് ഗുരുവിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് ഇതിനർത്ഥം വരുന്നത്. അപ്പൊ ഗുരുദ്വാര എന്നത് സിഖ് മതത്തിലെ ആരാധനയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ സിഖുകാര് ഗുരുദ്വാരകളെ ഗുരുദ്വാര സാഹിബ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മതസ്ഥർക്കും ഇവിടെ വരാവുന്നതാണ്. എല്ലാ മതസ്ഥരെയും ഗുരുദ്വാര സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രാത്രി ഏകദേശം ഒരു 7:30-ക്കാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം തിരക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അകത്ത് കയറിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം സമയം അവിടെ നിന്നതിന് ശേഷമാണ് അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കുറെ അനുഭവമായിരുന്നു. പിന്നെ ഒരുപാട് പഞ്ചാബികളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഓരോ ഗുരുദ്വാരയ്ക്കും ഒരു ദർബാർ സാഹിബ് ഉണ്ടാവും. അവിടെ ഒരു പ്രധാന സ്ഥാനത്ത് നമുക്കൊരു ഉയർന്ന സിംഹാസനം കാണാനായിട്ട് കഴിയും. അതിന് മുകളിലും താഴെയായിട്ട് നമുക്ക് ഒരുപാട് അവരുടെ വേദഗ്രന്ഥങ്ങൾ കാണാനായിട്ട് കഴിയും കേട്ടോ. വിഗ്രഹങ്ങളൊന്നുമില്ല, ഈ വേദഗ്രന്ഥങ്ങളാണ് ഉണ്ടാവുക. അതിനു ചുറ്റും പൂക്കളൊക്കെ വെച്ചിട്ട് അവര് അലങ്കരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരുപാട് ഇവിടെ കാത്തു നിന്നതിന് ശേഷമാണ് അകത്ത് കയറിയിട്ട് ഞങ്ങൾക്കത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാല് മൊബൈല് അലൗഡ് അല്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ സമയം എനിക്ക് അത് വീഡിയോ എടുക്കാനായിട്ടൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ കൊണ്ട് കഴിയും വിധമായിരുന്നു എനിക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാല് അത് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കയറുന്ന ആ ഒരു ടൈം മുതൽ നമ്മൾ അവിടെ എത്തുന്നത് വരെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നമുക്ക് ഈ ഭജൻസ് കേൾക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഗുരുഗ്രന്ഥ സാഹിബിലെ വാക്യങ്ങള് സഭയിലുള്ള ബാക്കിയുള്ളവരുടെ സാന്നിധ്യത്തിൽ അവർ ചൊല്ലുകയും പാടുകയും അത് വിശദീകരിക്കുകയൊക്കെ ചെയ്യും. അതാണ് നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഭക്തരും അതോടൊപ്പം അവരുടെ കൂടെ ഇത് ആലപിക്കാറുണ്ട്. അപ്പം കേട്ടിരിക്കാൻ നമുക്ക് എല്ലാ ഭജൻസും ഏകദേശം എന്താ പറയാ, നമുക്ക് ഭാഷയിൽ വരുന്നൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ശരിക്കും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് ശരിക്കും ഭക്തിയിൽ നമ്മൾ അത് ആസ്വദിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് എല്ലാം ഒരുപോലെ തോന്നും. ഞാനും ശരിക്കും ആ ഒരു ഭജൻസ് ഒക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ചിന്തിച്ചു, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഷ എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു എന്താ പറയാ തടസ്സമല്ല ഒരു കാര്യത്തിനും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഈ ഈശ്വര സങ്കല്പം എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെ മനസ്സിലും ഒന്ന് തന്നെയാണ് എന്നുള്ളത് ശരിക്കും എനിക്ക് ആ ഒരു സമയത്ത് മനസ്സിലായി. കാരണം ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു അത് കേട്ടോണ്ടിരിക്കാനായിട്ട്. അപ്പൊ ഒരുപാട് കാത്തുനിന്നതിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ട് അവരുടെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇവിടെ തലയിൽ നമ്മൾ ഷോള് കൊണ്ട് തല മറയ്ക്കുക, മുടി കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനും അതുപോലെ തലയിൽ ഷോളൊക്കെ ഇട്ടിട്ട് വളരെ നീറ്റായിട്ടായിരുന്നു നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ സിഖ് മതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സേവ. സിഖ് വിശ്വാസത്തിന്റെ ഒരു കേന്ദ്ര ഭാഗമാണ് ശരിക്കും ഈ ഭസ്വന്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാളുടെ വരുമാനത്തിന്റെ 10-1 അയാൾ സംഭാവന ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവരുടെ മതത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും കാണാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാവരെയും ഒരുപോലെയാണ് ഇവരെ കാണുകയും അവർക്ക് ഭക്ഷണം നൽകുകയും അവരെ സേവിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഗുരുദ്വാരകൾക്കും ഒരു ലങ്കാർ ഹാൾ ഉണ്ടാവും. അതായത് സിഖ് മതത്തിൽ ലങ്കാർ എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഒരു ഗുരുദ്വാരയുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അടുക്കളയിലാണ്. അവിടെ ജാതി മത ഭേദമന്യേ സാമ്പത്തിക സ്ഥിതിയും ഒന്നും പരിഗണിക്കാതെ എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷണം നൽകും. അപ്പൊ ആളുകൾ നിലത്തിരുന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അടുക്കള പരിപാലിക്കുന്നതും സേവനം അനുഷ്ഠിക്കുന്നതും ഒക്കെ സിഖ് കമ്മ്യൂണിറ്റി സന്നദ്ധ പ്രവർത്തകരാണ്.
അപ്പൊ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് പിന്നെ പ്രസാദമൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് പ്രസാദം തന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചത്. ഇത് അവർ കയ്യിൽ ധരിക്കുന്ന ഒരു വളയാണ് കേട്ടോ, പുരുഷന്മാരൊക്കെ. അപ്പൊ വരുന്ന സമയത്ത് ഏട്ടൻ അത് കണ്ടപ്പം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോഴത്തേക്ക് താഴെ എത്തിയിട്ടുണ്ട്, തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് എത്ര തിരക്കുണ്ടായിരുന്നോ അതിന് 2 ഇരട്ടി തിരക്ക് ശരിക്കും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇവര് സേവനം ചെയ്യുന്ന രീതി ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും കേട്ടോ. കാരണം നമ്മൾ പോയ ഉടനെ നമ്മൾ പാദരക്ഷകൾ പോലും അവർ കയ്യിൽ എടുത്തിട്ടാണ് അവർ കൊണ്ടുപോയിട്ട് വെക്കുന്നത്. എന്തായാലും നമുക്കൊരു വേറിട്ട അനുഭവമായിരുന്നു. ഒരുപാട് സന്തോഷമായി അവിടെ ചെന്നുപെട്ട്. നമുക്ക് ഇതുവരെ കാണാത്ത പല കാഴ്ചകളും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.